എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചുള്ള പ്രധാന ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഏതു വന്യജീവി സങ്കേതമാണ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? പെരിയാർ വന്യജീവി സങ്കേതം. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഏതു വന്യജീവി സങ്കേതമാണ് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് എന്ത്? നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി. പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവാ സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും കടുവാ സങ്കേതവും ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും കടുവാ സങ്കേതവും ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമായ വർഷം എന്ന്? 1934. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമായ വർഷമാണ് 1934. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യ വാർഡൻ ആരായിരുന്നു? SCH റോബിൻസൺ. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യ വാർഡനായിരുന്നു SCH റോബിൻസൺ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പീരുമേട്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് പീരുമേട്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രം ഏതാണ്? മംഗളാദേവി ക്ഷേത്രം. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. ലോകബാങ്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെൻറ്റ്സ് പ്രോജക്റ്റ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. ലോകബാങ്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെൻറ്റ്സ് പ്രോജക്റ്റ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ എത്രാമത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ? 10ാമത്തെ കടുവാ സങ്കേതം. ഇന്ത്യയിലെ 10ാമത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം എത്രയാണ്? കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റ് രേഖകൾ പ്രകാരം 777 ചതുരശ്ര കിലോമീറ്ററാണ്. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രേഖകൾ പ്രകാരം 925 ചതുരശ്ര കിലോമീറ്ററാണ്. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം? 1950. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷമാണ് 1950. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം? 1978. പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം? 1978.
പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1982. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1982. ഏതു വർഷമാണ് പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായത്? 1992. ഏതു വർഷമാണ് പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിന് കീഴിലായത്? 1992. പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതെല്ലാം? ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം.